ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൊതുവെ ചില രോഗികൾ, ഒരുപാട് പേരെന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ കുറച്ച് പേര് ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള ഒരു സംശയമാണ്, ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആയുർവേദ മരുന്നുകൾ അപകടകാരിയാണോ? ഇത്തരം ചില സംശയങ്ങൾ ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ട്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വീഡിയോ ആരംഭിക്കാം. അതായത് ചില രോഗികൾ ഇതുപോലെ ഒരു അസുഖം നമുക്ക് ബാധിച്ചു കഴിയുമ്പോൾ, അത് ആർക്കായാലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അസുഖം നോർമൽസിൽ നിന്ന് വിട്ടൊരു സിംറ്റംസ് പ്രകടമാക്കുമ്പോൾ നമ്മളെല്ലാവരും ഇച്ചിരി വേവേഡാവും, ഇച്ചിരി ടെൻസ്ഡ് ആവും അല്ലേ, നാച്ചുറലി. അപ്പോൾ അതിന് ആദ്യപടിയായിട്ട് നമ്മൾ എന്താ ചെയ്യുക, കുറേ ഇപ്പോൾ പുതിയ തലമുറ പ്രത്യേകിച്ചും ഉടനെ നെറ്റിൽ കയറി കുറേ സെർച്ച് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്തുള്ള ലാബിൽ പോയിട്ട് സ്വന്തമായിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. അത് കഴിഞ്ഞ് ആ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ നമ്മൾ വീണ്ടും നെറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആകപ്പാടെ കൺഫ്യൂഷൻ ആവുന്നു, കുറേ ടെൻഷൻ ആവുന്നു, ഭയപ്പെടുന്നു. അപ്പോൾ അടുത്തൊരു ആശുപത്രിയിൽ സമീപിക്കുന്നു. അപ്പോൾ അവർ വേറെ കുറേ ടെസ്റ്റുകൾ പറയുന്നു, അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അതിനൊരു കുറേ ടെസ്റ്റുകളിലൊക്കെ വേരിയേഷൻസ് കാണുന്നു. അപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ കുറച്ചും കൂടെ വലിയ ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ റെഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ അസുഖത്തിനൊരു പേരും ടൈറ്റിലൊക്കെ ആവുന്നു. അപ്പോൾ പിന്നെ ആ പേര് വെച്ചായി സെർച്ച് ചെയ്യൽ. അപ്പോൾ നമ്മൾ അതിന് മോഡേൺ മെഡിസിൻസ് ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അവിടെ നിന്ന് തന്നെ മരുന്നുകൾ കഴിച്ചു തുടങ്ങുന്നു. അപ്പോൾ ആ മരുന്നുകളെ പറ്റിയ ഈ പഠനം പിന്നെ പേഷ്യൻസ് ഇത്തരം ചിലർ മാത്രമോട്ടോ, എല്ലാവരും അല്ല. അപ്പോൾ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് കാണുന്നു. എന്നിരുന്നാലും അത് കഴിക്കുന്നു. അപ്പോൾ അത് തുടർച്ചയായിട്ട് കഴിക്കുന്നത് വഴി കഴിക്കുമ്പോൾ ഇനി തുടർന്ന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ വന്നു തുടങ്ങിയോ, ശരീരത്തിൽ ആരംഭിച്ചോ എന്ന് അറിയാനായിട്ട് കൂടെ മറ്റ് ചില ടെസ്റ്റുകൾ, അതിലുള്ള വേരിയേഷൻസ് കണ്ടു തുടങ്ങിയ ക്രിയാറ്റിനോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ അതിൻ്റെ കൂടെ സമന്വയിപ്പിക്കുന്നു. അങ്ങനെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നു, നിങ്ങൾക്ക് ഇതിന് ആയുർവേദം ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സുപരിചിതമായതും നമുക്ക് അറിവുള്ളതും നമ്മൾ പഠനം നടത്തിയതും നമ്മൾ ടെസ്റ്റുകൾ നടത്തിയതും നമ്മൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നതും മറ്റൊരു ശാസ്ത്രശാഖയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ആയുർവേദത്തെ ഒരു സംശയ മനോഭാവത്തോടെ, മനസ്സില്ലാ മനസ്സോടെ, അല്പമനസ്സോടെ അല്ലെങ്കിൽ പാതി വിശ്വാസത്തോടെ ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളും അതുപോലെ നെറ്റിൽ വായിച്ചറിഞ്ഞ സംഗതികളും മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ പേരും എല്ലാം അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഇതിന് സത്യത്തിൽ ആയുർവേദത്തിന് മരുന്നുണ്ടോ, ആയുർവേദം കഴിച്ചാൽ അപകടമാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനു മുൻപ് ഇത്തരം പേരുള്ള രോഗം ഈ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ടുള്ളതാണ് ഇന്നത്തെ മറുപടി. ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും, തീർച്ചയായിട്ടും പ്രയോജനപ്പെടും, നിങ്ങളും കാണണം. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരു സംശയത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ എളിയ ശ്രമം. അതുകൊണ്ടാണ്, അതായത് പ്രഥമ ദൃഷ്ട്യ ആദ്യം തന്നെ പറട്ടെ, ഇത്തരത്തിൽ വരുന്ന ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ക്ലിനിക്കിൽ വന്നാൽ ഞാൻ സന്തോഷത്തോടു കൂടെ പറഞ്ഞയക്കാൻ നോക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ആ രോഗത്തെ പറ്റി അദ്ദേഹം സമഗ്രമായ പഠനം നടത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന് വേണ്ടതായ ടെസ്റ്റുകളും അതിനുള്ള പേരിട്ട് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അതിന് ചികിത്സ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അതിന് കുറേ ധാരാളം ഗുളികകൾ 5, 6, 10, 11 ഗുളികകൾ കഴിക്കുന്നു, മാസാനുഗതമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു. അതൊക്കെ കൃത്യനിഷ്ഠയോടെ ചെയ്തു വരുന്നു. എന്നിട്ട് അതിന് ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ആ ഗുളികൾക്ക് മുഴുവൻ സൈഡ് എഫക്റ്റ് ഉള്ളതാണെന്ന് അറിയുന്നു. എന്നിട്ടും വിശ്വാസത്തോടെ, അർപ്പണ മനോഭാവത്തോടെ, ആ ശാസ്ത്രത്തോടുള്ള ഡെഡിക്കേഷനും അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ള ശമ്പളത്തിൻ്റെ കാര്യം, അവർക്ക് ഇനി തുടർന്ന് ഉള്ള പഠനത്തിന് വേണ്ടിയും പരീക്ഷണ ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ തന്നാൽ കഴിയുന്ന ഒരു തുക എല്ലാ മാസവും കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തി ആയുർവേദത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് വരുമ്പോൾ അത് ഞാൻ സന്തോഷത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വിടുന്ന ഭാഷ ഇതാണ്. അതായത് നിങ്ങൾ തുടങ്ങി വെച്ച് അനുവർത്തിച്ച് പോരുന്ന ആ ചികിത്സാ രീതി അതിൻ്റെ അങ്ങേറ്റം മാക്സിമം എന്തോരം ചെയ്യാനുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് പറ്റാതെ വരുന്നോന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തിരിച്ചു വരിക. അപ്പോൾ നമുക്കിത് ചെയ്യാം. അതല്ലാതെ അതും ചെയ്യുക ഇതും ചെയ്യുക, അമ്പലത്തിലും പള്ളിയിലും പോയാൽ രണ്ടിടത്തിലും ഗുണം കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് മിക്കപ്പോഴും സാധിക്കാറില്ല. കാരണം വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അതായത് ഈ രോഗിക്ക് ഞാൻ അളക്കുന്നത് രോഗ തീവ്രതയല്ല, ഒരിക്കലുമല്ല, സത്യമാണ് പറയുന്നത്, രോഗ തീവ്രതയല്ല. അതായത് എല്ലാ ശാസ്ത്രത്തിലും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ അതിൻ്റേതായ ഒരു കാരണം, അതിനൊരു തിയറി ഉണ്ട്, ഒരു സൗണ്ട് പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ഇത്രയും 5000-ലധികം വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ച് ഇപ്പോഴും തുടർന്ന് വരുന്ന അതേ തത്വങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ല. അതിനൊരു ശൈലിയുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും കാരണത്തെ ഇല്ലാതാക്കലാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരോ ചോദ്യങ്ങൾ, ഓരോരോ രോഗലക്ഷണങ്ങളും ചോദിച്ചറിഞ്ഞ് എന്തുകൊണ്ട് ആ രോഗം നിങ്ങളെ ബാധിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. കാരണങ്ങൾ വഴി നിങ്ങളുടെ ശരീരത്തെ എന്തുമാത്രം ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനും ക്ലെൻസ് ചെയ്യുന്നതിനും റിജുവിനേറ്റ് ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ആ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും സഹായിക്കുന്നു. ഇതാണ് ആയുർവേദത്തിൻ്റെ ഒരു നട്ഷൽ. ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രം. വിശദമായിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പറയാനുണ്ട്. നിങ്ങൾക്ക് വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരു ചെറു വിവരണം കിട്ടണമല്ലോ, ഒരു രൂപം കിട്ടണമല്ലോ, അതിനുവേണ്ടി ചുരുക്കി പറയാം. അപ്പോൾ അതാണ് ആയുർവേദ രീതി. അപ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു അടിസ്ഥാന തത്വങ്ങളുമായിട്ട് യാതൊരു പൊരുത്തവുമില്ലാത്ത മറ്റൊരു ശാസ്ത്രശാഖയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതും കൂടെ പരീക്ഷിച്ചാൽ അത് ഒരിക്കലും ഫലവത്താവില്ല, ഒരിക്കലും ആവാറില്ല. ഓക്കെ, സത്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇതുപോലെ ചികിത്സ ഇല്ലയെന്ന് അറിഞ്ഞിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
തീർച്ചയായിട്ടും അതിൻ്റെ അറ്റം എത്തുന്നവരെ നിങ്ങൾ പോകും. എന്നിട്ട് പറ്റിയില്ല തിരിച്ചു പോവാം, നമുക്ക് ഈ രീതിയിൽ പോവാം. അതല്ലാതെ രണ്ടും കൂടെ നടക്കില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ചില സമയത്ത് അങ്ങനെ പറ്റില്ല. അതായത് അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യുന്നവർ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചില സമയത്ത് അത് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് കാൽസ്യത്തിന് ഗുളിക, കാൽസ്യം കുറവുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ രോഗം, അല്ലെങ്കിൽ D3 വിറ്റാമിൻ കുറവുകൊണ്ടാണ് ഈ രോഗം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ രോഗികളോട് പറയാറുള്ളത് പൊതുവേ നിങ്ങൾ ആവശ്യത്തിന് കാൽസ്യം കഴിക്കും, വയറ് നിറച്ച് കാൽസ്യം കഴിക്കും, അല്ലെങ്കിൽ വയറ് നിറയെ ധാരാളം വൈറ്റമിൻ D3 കഴിക്കും, എന്നിട്ടും അത് ഭേദമാവുന്നില്ല എന്ന് ബോധ്യമാവുന്ന ഒരു നിമിഷം നിങ്ങൾ തിരിച്ചു പോവാം. ഇതാണ് എൻ്റെ മറുപടി. വളരെ നല്ല അപ്രോച്ച് അല്ലേ? എന്താ വെച്ചാൽ ഒരു മുന്നോട്ട് പോകുന്ന ഒരാളെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? പക്ഷേ ഈ ചില ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് അത് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിർദ്ദേശിക്കും ഇത് കിഡ്നിനെയും ലിവറിനെയൊക്കെ ബാധിക്കാതിരിക്കാൻ ധാരാളം മോഷൻ ഉണ്ടാകുന്ന ശോധന വരുത്താനുള്ള ദ്രവ്യങ്ങൾ, അല്ലെങ്കിൽ യൂറിൻ ക്ലിയർ ആയിട്ട് പോകുന്നതിന് ധാരാളം മെഡിസിന്, അതിനായിട്ടുള്ള മരുന്നുകൾ, ആ ഗുളികളുടെ സൈഡ് എഫക്ട്സ് ബാധിക്കാതിരിക്കാനുള്ള ചികിത്സയും കൂടെ നമ്മൾ കരുതണമെന്ന് മാത്രം. ഇനി ഇതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം. ഈ അസുഖം നമ്മൾ കഷ്ടപ്പെട്ട് വളരെ കാലം അതിന് ചിന്തിച്ച് വേണ്ടതായ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓരോ മാസവും മെഡിസിൻസ് റിവ്യൂ ചെയ്ത് അവർ വരുത്തിയിട്ടുള്ള ജീവിതശൈലി വ്യതിയാനങ്ങളെ തിരിച്ച് അതിൽ ചോദിച്ച് മനസ്സിലാക്കി അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നയിച്ച് അവസാനം ഈ രോഗം മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ വന്നിട്ട് പറയും ആ ഒരു ഗുളിക കഴിച്ചുകൊണ്ട് ഇതെല്ലാം മാറി, ഇനി ഇത് നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കും. ഈ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ നിർത്തിക്കോളാൻ പറയും. ഞാൻ ഒരിക്കലും അവരെ പുഷ് ചെയ്യാറില്ല, പിടിച്ചു വലിക്കാറില്ല. അതായത് ഇങ്ങോട്ടൊരു ചോദ്യം അവർക്ക് ഇത് മതിയായിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ നിർത്താൻ പറയും. അപ്പോൾ പിന്നെ മറ്റേ വിറ്റാമിനോ അല്ലെങ്കിൽ കാൽസ്യം എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തരിപ്പ് തുടങ്ങി എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയാം കാൽസ്യം കുറേയും കൂടെ ഡോസ് കൂട്ടി കഴിച്ചു നോക്കാൻ പറയും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഇങ്ങ് പോരെ, നമുക്ക് കഴിക്കാം, നമുക്ക് തുടങ്ങാം എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ശൈലി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതിൽ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ വളരെ ഫീബിൾ, വളരെ വീക്ക് മെഡിസിൻസാണ്. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ പോലത്തെ തന്നെ സംഗതികളാണ്. അപ്പോൾ അത് അത്ര സ്ട്രോങ് മെഡിക്കേഷനൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും അതിനോടൊരു ആരാധനയും വിശ്വാസവും അർപ്പണമനോഭാവവും കൃത്യനിഷ്ഠയും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ, അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നമ്മൾ മറ്റൊരു എന്താ പറയുക, ചെണ്ട കൊട്ടാൻ മാരാരും കാശ് വാങ്ങാൻ, അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും, അതത്ര ശരിയല്ല അല്ലേ? ഉദാഹരണം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന അമ്പലത്തിലും വഴിപാട് പള്ളിയിലും ശരിയാണോ എന്ന് പറഞ്ഞ രീതി വരുമ്പോൾ ശരിയാവില്ല, അവിടെ ഒരു പൊരുത്തക്കേടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് അറിയാവുന്ന സംഗതി, അതിപ്പോൾ നമുക്ക് അതിന് ചികിത്സ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു പറയുമ്പോൾ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അവരെ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ചെയ്യുക. അപ്പോൾ ആയുർവേദത്തിന് ഈ മെഡിസിൻസ് ഒക്കെ വളരെ മൈൽഡ് ആക്റ്റീവ് മെഡിസിൻസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് അതിലേക്ക് ഉണ്ടാവണം. ആ മരുന്നിനെ സ്നേഹിക്കണം, ആ ശാസ്ത്രത്തെ സ്നേഹിക്കണം, അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നറിയണം. ആ രോഗത്തെ വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ആ രോഗി തയ്യാറാവണം, ബോധവാനായിരിക്കണം. ആ വൈദ്യനെയും ആ ഡോക്ടറെയും ആ മരുന്നിനെയും ആ ശാസ്ത്രത്തെയും ആരാധിക്കണം. എങ്കിൽ മാത്രമേ, എന്നിട്ട് കൃത്യനിഷ്ഠതയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ മാത്രമേ, അത്തരം രോഗികൾക്ക് ഭയങ്കര അത്ഭുതാവഹമായ റിസൾട്ടാണ്. ഞാൻ പലപ്പോഴും 5 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ എഴുതി 1 മാസം കഴിക്കുമ്പോഴത്തേനും അവർക്ക് അസുഖം മാറി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്, നല്ല ഭേദമായി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അത്തരം രോഗികൾ ധാരാളമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരക്കാരെ മാത്രമേ ഞാൻ മനസ്സുകൊണ്ട് ചികിത്സിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ, ഇഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ അല്ലാതെ ചെയ്യേണ്ടി വരും, നമ്മൾ പ്രൊഫഷണല്ലേ, വരുന്നവരെ മടക്കി വിടാൻ പറ്റില്ല. പക്ഷേ അവർ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. അപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഇവർ മറ്റ് ഡോക്ടറോട്, മറ്റേ ഗുളിക തരുന്ന ഡോക്ടറോട് ഒരിക്കലും ആ തരുന്ന ഗുളികയ്ക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. അത് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരിക്കലും ചോദിച്ചില്ല. നിങ്ങൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചോദിക്കില്ല. കാരണം അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കടലാസിൽ ലെൻസൊക്കെ വെച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് കുട്ടികൾ കിട്ടുന്നിടത്ത് വെക്കരുത്, 2 കൂടുതൽ കഴിക്കരുത്, ഇത്ര mg കൂടുതൽ കഴിക്കരുത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് വേണം, ICUവിൽ കിടത്തിയിട്ട് വേണം ഇത് കഴിക്കാൻ, ഇത് ചികിത്സ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്ര കാലത്തിൽ കൂടുതൽ കഴിക്കരുത്, കഴിച്ചാൽ ഇതിൻ്റെ ദോഷങ്ങൾ ഇവരെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംശയമില്ലാത്ത. പക്ഷേ ഈ ആയുർവേദ ഡോക്ടറെ അടുത്ത് വന്നാൽ ഇത് നേരെ ചോദിക്കും, ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അറിയാം നമുക്ക് ആ രോഗിക്ക് അത് വേസ്റ്റാണ്, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണി. ഓക്കെ, അപ്പോൾ അതാണ് ചുരുക്കി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഭാവിച്ചത്. ഇതിൽ ചില സംശയങ്ങളുണ്ട്, ചില പഠനങ്ങളുടെ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിലാണ് ഇത് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപകടകാരിയായിട്ട് ഇപ്പോൾ ഷെൽഫിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്. ആയുർവേദ കഷായങ്ങളിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്. അത് മറ്റ് ധാരാളം ഫുഡ് സംഗതികളിലുള്ളതും നമ്മുടെ നിയമപരമായിട്ട് ലൈസൻസ് ഉള്ളതും അനുവദിച്ചിട്ടുള്ളതുമായ അംഗീകൃതമായ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കൂടുതൽ കാലം നിങ്ങൾ കഷായ മരുന്നുകൾ വാങ്ങി കഴുകി കൊത്തി നുറുക്കി ചതച്ച് വെള്ളത്തിൽ 16 ഇടം കഴുകി കഷായത്തിൽ ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് അത് 4 വറ്റിച്ച് പിഴിഞ്ഞരിച്ച് കുറുക്കി വീണ്ടും വറ്റിച്ച് പകുതിയായിട്ട് 2 നേരം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അത് മതി. അതാണ് ഏറ്റവും ഫലപ്രദം. ഓക്കെ, ഈ പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റൊന്ന്, ഇതിൽ മെറ്റാലിക് കണ്ടൻസ് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് ഭൂമിയിൽ വളരുന്ന, മണ്ണിൽ വളരുന്ന എല്ലാ സംഗതികളിലും ഉള്ളതെല്ലാം ഇതിലുമുണ്ട്. അതായത് നമ്മുടെ ചെറുപയർ, മുതിര, പരിപ്പ്, പയർ, കടല, നെല്ല്, ഗോതമ്പ്, ചോളം, ചുവന്നുള്ളി, വെളുത്തുള്ളി, കപ്പലണ്ടി, ഇങ്ങനെ മണ്ണിൽ വിളയുന്ന എന്ത് സാധനമുണ്ടോ അതിലുള്ളതെല്ലാം ഇതിലുണ്ട്, ഇതിലുള്ളതെല്ലാം അതിലുണ്ട്. ഇനി ഈ നമ്മൾ ഈ ഗ്രോസറി, പച്ചക്കറി, പലചരക്ക്,
ഇതിലില്ലാത്ത മറ്റു സംഗതികൾ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയോടെ ഇരിക്കാൻ, അതിൽ ജീവനി കൊതിയുള്ള ഈച്ചകളോ പ്രാണികളോ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വളർച്ച ത്വരിതപ്പെടുത്താനൊക്കെ വേണ്ട കെമിക്കൽസ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല പാക്കറ്റിൽ നല്ല ചന്തമായിട്ട് ഇങ്ങനെ പളുങ്കുമണി പോലെ ഇരിക്കുന്ന ചെറുപയറും മുതിരയും പരിപ്പും കടലയൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ അങ്ങനെ ഇരിക്കാൻ. അതിലേക്കൊന്നും ജീവനി കൊതിയുള്ള ഒരു പ്രാണിയും എടുക്കില്ല. ഒരു ഉറുമ്പ് അവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വരില്ല. അവർക്ക് ബുദ്ധിയുണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർ വരില്ല. അപ്പോൾ അത്തരം സംഗതികൾ അതിൽ ചേരുന്നുണ്ട്. അതുപോലും ഈ ആയുർവേദ മരുന്നിൽ ചേരുന്നില്ല. എന്നാൽ ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതിപ്പോൾ നമ്മൾ ഈ ചെറുപയർ എടുത്ത് ടെസ്റ്റ് ചെയ്താലും നമ്മൾ കുറുന്തോട്ടി വേര് എടുത്ത് ടെസ്റ്റ് ചെയ്താലും ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, വ്യക്തമായിട്ട് കേൾക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പരിസരത്ത്, അത് വളരുന്ന പരിസരത്തുണ്ടാകുന്ന മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന മിനറൽസും മെറ്റൽസിൻ്റെയും ഒക്കെ ട്രേസസ്, വെരി മൈൽഡ് ട്രേസസ് അതിലുണ്ടാവും. അതുപോലെ ആ പരിസരത്ത് വളം ചേർക്കുകയോ മറ്റ് വളങ്ങളോ കീടനാശിനികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവൻ വലിച്ചെടുക്കും. മനസ്സിലായി? അത് ഇതിൽ കാണും. അതുപോലെ മെറ്റാലിക് അംശങ്ങൾ, അതുപോലെ ചില മിനറൽസും നമ്മുടെ കല്ലുകളിലൊക്കെ അങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ ഇവ ആഗിരണം ചെയ്യും. മനസ്സിലായോ? അത് ഇതിൽ കാണും. അതൊക്കെ തന്നെ നമ്മൾ ഈ ചെറുപയറും മുതിരയും പരിപ്പൊക്കെ ടെസ്റ്റ് ചെയ്താൽ അതിലും ഉണ്ടാവും ഇതൊക്കെ. മനസ്സിലായില്ലേ? അതാണ് ഇതിലുള്ളത്. അതാണ് പ്യുവർ ആയുർവേദ മരുന്നിലുള്ളത്. അതല്ലാതെ മറ്റൊരു സംഗതി ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇതാണ് സത്യം. പക്ഷേ ഇനി ഇത് മറ്റൊരു കാര്യമുണ്ട്. പ്രിസർവേറ്റീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു എക്സംഷൻ കൂടെ പറയാം. അതായത് സിദ്ധ മെഡിസിൻസ്, അതുപോലെ രസൌഷധി, അങ്ങനെ ബ്രാഞ്ചസ് പുരാതന കാലത്ത് തന്നെ ആയുർവേദത്തോടനുബന്ധിച്ച് വളർച്ച പ്രാപിച്ചിരുന്നു. അതായത് ഈ ഔഷധങ്ങൾ ചില മേഖലകൾ, പ്രദേശങ്ങളിൽ ഈ ഹെർബ്സ്, ഈ ഔഷധ സസ്യങ്ങൾ ലഭ്യമല്ലാതെ വരുമ്പോൾ അതിന് പകരം ഉപയോഗിക്കാനായിട്ട് രസൌഷധികൾ, മിനറൽസ്, മെറ്റൽസ് ഒക്കെ പ്യൂരിഫൈ ചെയ്തിട്ട്, പ്രോപ്പറായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. 108 ദിവസം അല്ല 108 തവണ പ്യൂരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 തവണ പ്യൂരിഫൈ ചെയ്യണം. ആ പ്യൂരിഫൈ ചെയ്താൽ അതിന് ഒരു ദോഷങ്ങളുണ്ടാവില്ല. പക്ഷേ അതിൽ മായങ്ങൾ കാണിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൽ കിടക്കും. അപ്പോൾ അത്തരം മെറ്റൽസ് ചേർത്ത ഗുളികകൾ മറ്റ് പ്രദേശങ്ങൾ, അത് കേരളത്തിൽ ഇത്തരം ഔഷധങ്ങളൊക്കെ സുലഭമാണ്. എല്ലാ ഔഷധ സസ്യങ്ങളും ധാരാളമായിട്ട് ലഭിക്കും. പക്ഷെ അത് ലഭിക്കാതെ വരുന്ന ചില പ്രദേശങ്ങളിൽ ഗുളിക രൂപത്തിലൊക്കെ കൊടുക്കുമ്പോൾ ഇത്തരം ഈ സിദ്ധ മെഡിസിൻസ്, അതുപോലെ മറ്റ് ചില ശാസ്ത്രശാഖകൾ, ഞാൻ പേര് പറയുന്നില്ല, അപ്പോൾ ഈ രസൌഷധികളും ഒക്കെ ചേർക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലായിട്ട് വേണ്ടത്ര ശുദ്ധി വരുത്താതെ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. സത്യമാണ്. അപ്പോൾ ആ ഗുളികകൾ മാത്രം എടുത്ത് പരിശോധിച്ച് എൻറ്റയർ ആയുർവേദിക് മെഡിസിൻ മിനറൽസും മെറ്റൽസും ഉള്ളതാണെന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയല്ല. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് നോക്കണം, ശ്രദ്ധിക്കണം. ഈ അടുത്ത് എനിക്ക് വളരെ വേദന തോന്നിയൊരു എൻ്റെ വളരെ അടുത്തുള്ള എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മാനസികമായിട്ടുമൊക്കെ. ആ രോഗ തീവ്രത വളരെയധികമാണ്. ഞാൻ വളരെയധികം കണക്കൂട്ടിയിരുന്നു. പക്ഷേ 1 മാസത്തെ മരുന്നുകൊണ്ട് 1.5 മാസം 2 മാസം മറ്റും അവർ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അവർക്ക് വളരെ ആശ്വാസം ലഭിച്ചു. പക്ഷേ അതിനുശേഷം അവരെന്നെ വിളിച്ചിട്ട് ഈ മറ്റേ ചോദ്യം ചോദിച്ചു. അതായത് മുൻപ് പറഞ്ഞ ചോദ്യം, ഇത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഈ മരുന്ന് വാങ്ങിപ്പിച്ചത് മറ്റൊരാളെ കൊണ്ടാണ്. ആ മരുന്ന് വാങ്ങിക്കൊടുത്ത ആൾ പറഞ്ഞു ആയുർവേദ മരുന്നുകൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന്. അതായത് അദ്ദേഹം 6, 7, 10, 11 കൂട്ടം, ഇത് പറയുന്നവരെല്ലാവരും കേട്ടോ, അദ്ദേഹത്തിൻ്റെ കാര്യം പറയില്ല, ഇങ്ങനെ പറയുന്നവർ എല്ലാവരും തന്നെ ഒരു 5 മുതൽ 11 വരെ മറ്റു ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവരാണിത് പറയുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് അന്വേഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഈ സ്റ്റാർ TV ഷോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഉടനെ SMS അയക്കാറില്ലേ? നിങ്ങൾ ഉടനെ മൊബൈൽ എടുക്കുക, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികളുടെ പേര് അതിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ മറ്റൊന്നിനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. നിങ്ങൾ സംശയമുള്ളവർ, അതായത് നമ്മളെ ഈ ചെറുപ്പകാലത്ത് കുഞ്ഞുങ്ങൾ, ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, അവർ കളിക്കുമ്പോൾ ഈ കടലാസൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട്, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അവരത് കത്തിക്കുക പോലുമില്ല, പക്ഷെ അതൊരു ചുരുട്ടിയിട്ട് അവരിങ്ങനെ പുക വലിച്ചു വിടുന്ന പോലെ ഇങ്ങനെ കാണിക്കും, വലിച്ചു വിടുന്ന പോലെ കാണിക്കും. അപ്പോൾ ഈ നല്ല പുകയിലേക്ക് ഇട്ട് കട്ടം ബീഡി ഇങ്ങനെ 10, 15 അല്ലെങ്കിൽ 1, 2 പാക്കറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിക്കും. നിങ്ങൾക്ക് അനുഭവമില്ലേ? വീടുകളിൽ കാണാം. ഈ ചെറിയ കുട്ടികൾ ഈ കടലാസ് ചുരുട്ടി ഇങ്ങനെ പുക വലിച്ചു വിടുന്ന പോലെ ആക്ഷൻ, അവരത് കത്തിക്കുക പോലുമില്ല. അവരുടെ നേരെ ഈ കട്ടം ബീഡി വലിക്കുന്നവർ ഇങ്ങനെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിക്കും. അത് ശരിയല്ലോ. അത് വിജയിക്കില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായി? ഞാനൊരു ഉദാഹരണം, സംഗതി നമ്മളൊരു ഡിസ്ക്ലെയിമർ പറയാം കേട്ടോ. ഇതൊരു സംഭവകഥയല്ല, ഒരു അനുഭവകഥയില്ല, ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചുപോയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ എന്നാലും ഞാനൊരു കഥ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ വീഡിയോ അധികം ദീർഘിപ്പിച്ച് പോകാതിരിക്കാൻ ഞാൻ നിർത്താം. പക്ഷേ അതിന് മുമ്പ് ഒരു കഥ കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു തെങ്ങ്, കേരളത്തിൽ നാളികേരമാണല്ലോ, പിന്നെ തെങ്ങിൻ്റെ ഉദാഹരണം ധാരാളം പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരു തെങ്ങിൽ അതിൻ്റെ ഉടമസ്ഥൻ ഒരു പരാതി പറയുന്നു, ഈ നാളികേരം പണ്ടൊക്കെ നന്നായിട്ട് പച്ച നിറത്തിൽ മുഴുത്ത നാളികേരം ഉണ്ടായിരുന്നു, ഇപ്പോൾ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കൂരിച്ച് വരികയാണ്. മഞ്ഞ നിറമാണ്, അല്ലെങ്കിൽ ബ്രൗൺ നിറമാണ്, പച്ച നിറത്തിൽ വരുന്നില്ല, ചെറുതാണ്, ഉള്ളിൽ പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനത്തെ നാളികേരമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഒരു പരാതി, ഒരു കൃഷിക്കാരൻ്റെ പരാതി. അപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ തടിയിൽ നിന്ന് അല്പം സാമ്പിൾ എടുത്ത് അതൊരു പരിശോധനയ്ക്കായിട്ട് ബാംഗ്ലൂർക്ക് അയക്കുന്നു. അതുപോലെ അതിൻ്റെ ആ നാളികേരം പൊളിച്ച് അതിന്നൊരു ചകിരിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഡൽഹിക്ക് അയക്കുന്നു. വേറെ കുറച്ച് നാളികേരം പൊളിച്ച് അതിൻ്റെ വെള്ളം ഇച്ചിരി എടുത്തിട്ട് അമേരിക്കയ്ക്ക് അയക്കുന്നു. അങ്ങനെ പലവിധ ഗവേഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ അത് തെങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് മണ്ണെടുത്ത് പരിശോധിക്കുന്നു. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം നമ്മൾ കണ്ടുപിടിക്കുന്നു അത് 1 ലക്ഷത്തിൽ ഒരു തെങ്ങിന് അങ്ങനെ വരാം എന്ന് കണ്ടുപിടിക്കുകയാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് സാരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച നിറത്തിൽ നാളികേരപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ പരാതി. അതിന് നമ്മൾ നല്ല കട്ടിയുള്ള പച്ച കണ്ണാട, ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു കണ്ണാട അദ്ദേഹത്തിന് പണിത് കൊടുക്കുന്നു. നല്ല സാമാന്യം ഭേദപ്പെട്ട നല്ല കോസ്റ്റൊക്കെ ഉള്ള നല്ല വില പിടിപ്പുള്ള നല്ല തറവാടികൾ വെക്കുന്ന തരം കണ്ണാട. എന്നിട്ട് അത് മുകളിലേക്ക് നോക്കുമ്പോൾ മാത്രം ആ കണ്ണട വെച്ചിട്ട് നോക്കിക്കൊള്ളാനായിട്ട് പറയും. നല്ലൊരു മെത്തേഡ്, നല്ലൊരു അപ്രോച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ പരാതി പറയില്ല. സംശയമുണ്ടോ? ഇല്ല, പറയില്ല. ഇങ്ങനെയും ചെയ്യാം. ഇതും വളരെ നല്ലൊരു സൊല്യൂഷനാണ്. അതല്ലാതെ മറ്റൊരു പ്രാകൃതമായ അപരിഷ്കൃതമായ മറ്റൊരു രീതി കൂടെ ഉണ്ട്, നമുക്കത് ചിന്തിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഈ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നോക്കണം. തെങ്ങിൻ ചോട്ടിൽ നോക്കുമ്പോൾ അവിടെ ഈ തെങ്ങിൻ്റെ പോഷകങ്ങളായിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് കട്ട, കുറച്ച് മെറ്റൽ, കുറച്ച് പഴയ ഇഷ്ടിക, അതുപോലെ ആ പെര പൊളിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ടൈൽസൊക്കെ പൊളിച്ചത് കൂട്ടിയിട്ടേക്കുക, പിന്നെ കുറച്ച് 3-4 നല്ല തരം ബ്രാൻഡ് പെയിൻറ്റുകൾ, ഇതൊക്കെയാണ് ഈ തെങ്ങിൻ്റെ കടയ്ക്ക് അതിൻ്റെ പോഷകങ്ങളായിട്ട് കൊടുത്തത്. പിന്നെ അതൊക്കെ മാറ്റുമ്പോൾ അതിനിടയ്ക്ക് 3-4 ചെറിയ അണലിക്കുട്ടികൾ, കുഞ്ഞ് 3-4 പാമ്പുകൾ, ഇത്തരം സംഗതികളാണ് അതിന് പോഷകങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് എന്ത് വേണമെന്ന് വെച്ചാൽ അത് തെങ്ങിനുള്ള പോഷകങ്ങളല്ല, അത് മാറ്റിയിട്ട് അതൊക്കെ വെടുപ്പാക്കി വളരെ അപരിഷ്കൃതമായ രീതിയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പ്രയോഗിച്ച് നോക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി നീക്കം ചെയ്ത് വൃത്തിയാക്കിയിട്ട് ആ പുല്ലൊക്കെ ചെത്തി വെടുപ്പാക്കിയിട്ട് ഒരു നല്ലൊരു തട എടുക്കുക. അങ്ങനെ നല്ല തട എടുത്തിട്ട് അത് നല്ല 2 അടി വലുപ്പത്തിൽ 1 അടി വീതിയിൽ തട എടുത്തിട്ട് അതിൽ നല്ല കുറച്ച് ഉപ്പ്, പിന്നെ നല്ല കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, നല്ല ശീമക്കൊന്നൊക്കെ നിറച്ചിട്ടിട്ട് നല്ല മണ്ണും കൂട്ടി അങ്ങ് നോക്കിയാൽ ഈ നാളികേരം തന്നെ പച്ച നാളികേരം ഉണ്ടായി തുടങ്ങും. ഇങ്ങനൊരു രീതിയുണ്ട്. അത് നിങ്ങൾ അറിയണം, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു മാത്രം. മറ്റ് സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. മനസ്സിൽ വന്ന ഒരു കഥ ഇവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.